നമസ്കാരം. ഗൾഫിൽ നിന്ന്, മധ്യപൂർവ്വ ഏഷ്യയിൽ നിന്ന് ആശാവഹമായ വാർത്തകളാണ് വരുന്നത് എന്നാണ് പലരും പറയുന്നത്. പക്ഷേ അത്ര ആശാവഹമാണോ ഈ വാർത്തകൾ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വാർത്തകൾ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഒരു വാർത്തയാണ് വരുന്നത്. നമ്മുടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കേസിയാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ തയ്യാറാണ്. പക്ഷെ 3 നിബന്ധനകളുണ്ട്. അതിലൊന്ന്, ഇറാൻ്റെ പരമാധികാരം അംഗീകരിക്കണം. 2, ഇറാന് നഷ്ടപരിഹാരം നൽകണം ഈ യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക്. മൂന്നാമത്തത്, ഇനി ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാവില്ല ഇറാന് മേലെന്നുള്ളതിന് അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് ഉറപ്പുകൾ നൽകണം. വളരെ സർവ്വസാധാരണമായ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് പരാജിതരായ ഒരു രാഷ്ട്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ധിക്കുള്ള ഉപാധികളാണ് ഇവയെല്ലാം. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഒന്നും കൂടി ഒന്ന് നോക്കിയോട്ടെ. മസൂദ് പെസഷ്കിയാൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എത്രത്തോളം വിലയുണ്ട് ഇറാനിൽ എന്ന് തന്നെയുള്ളതിനെ സംബന്ധിച്ചാണ് സംശയമുയരുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് ആശാവഹമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ഇറാനിയൻ പ്രസിഡൻറ്റിൻ്റെ വാക്കുകൾക്ക് ഇറാനിൽ തന്നെ ഇപ്പോൾ വലിയ വിലയൊന്നുമില്ലാത്ത അവസ്ഥയാണ്. കാരണം ഇദ്ദേഹം തന്നെയാണ്, ഈ ഇറാനിയൻ പ്രസിഡന്റ് തന്നെയാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ, അതായത് ദുബായിക്കും ഖത്തറിനും ഒന്നുമേൽ ഇനി മുതൽ ഇറാൻ ആക്രമണം നടത്തില്ല എന്നുള്ള വാഗ്ദാനം നൽകിയത്. അതിന് മാപ്പും ചോദിച്ചു. അത്തരം ആക്രമണങ്ങൾ മുൻപ് നടത്തിയതിന് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ചെയ്തു പോയതാണ് എന്നുള്ള തരത്തിൽ മാപ്പും ചോദിച്ചു. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞ് നാക്ക് വായിലിടുന്നതിന് മുമ്പ് ഇറാനിൽ നിന്ന് ശക്തമായ ആക്രമണങ്ങൾ UAEക്കും ബഹ്റിനും ഒക്കെ മേലുണ്ടായി. കാരണം ഇപ്പോൾ അവിടുത്തെ ഈ ആക്രമണത്തിൻ്റെ കുന്തമുനയായി പ്രവർത്തിക്കുന്നത് റവല്യൂഷണറി ഗാർഡാണ്. അവർ ഇറാൻ്റെ പരമോന്നത നേതാവിൻ്റെ നിയന്ത്രണത്തിൽ മാത്രമാണ്. ആ പരമോന്നത നേതാവ് പുതിയൊരു ഖമേനിയെ, മരിച്ചുപോയ ഖംനേയിയുടെ മകനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ അയാളെ സംബന്ധിച്ച് യാതൊരു വിവരവും പുറത്തു വരുന്നില്ല. അയാൾ തല പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇറാനിയൻ പ്രസിഡന്റിൻ്റെ ഈ ഒരു ഉപാധി മുന്നോട്ട് വയ്ക്കലിന് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ അവകാശപ്പെടുന്നത് ഏതാണ്ട് തകർക്കേണ്ട ലക്ഷ്യങ്ങളെല്ലാം തകർത്തു കഴിഞ്ഞു, ഇനി വേണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാമെന്നുള്ള ഒരു തലത്തിലേക്കാണ് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസിഡന്റിൻ്റെ ഉപാധികൾ അവർ ചിലപ്പോൾ ഭാഗികമായെങ്കിലും സ്വീകരിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു നീക്കം അമേരിക്കയും ഇസ്രായേലും നടത്തുകയാണെങ്കിൽ എന്ന് തന്നെ പറയാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ അമേരിക്ക ആണ് മുന്നിൽ നിന്ന് ഈ യുദ്ധം നയിക്കുന്നതെന്നുള്ളൊരു പ്രതീതി മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ പരന്നിട്ടുണ്ട്. എന്നാൽ സത്യം അതല്ല. ഈ യുദ്ധം തുടങ്ങിയതും ഇതിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നതും ഇസ്രായേലാണ്. ഇസ്രായേൽ ഒരിക്കലും അതിൻ്റെ അവകാശവാദങ്ങളുമായി മുന്നിൽ വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് വന്നുപെട്ടതാണ്. ഡൊണാൾഡ് ട്രംപിനെ നെതന്യാഹു ചെവിക്ക് പിടിച്ച് ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നതാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇസ്രായേലിന് അവരുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണ് ഈ യുദ്ധം. കാരണം ഇറാൻ എന്ന ഭീകരരാഷ്ട്രം എന്ന് തന്നെ വിളിക്കണം, അതൊരു ആണവശക്തിയായി വളർന്നു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് തന്നെ അതൊരു ഭീഷണിയാണ്. ആ അത്തരത്തിലുള്ള ഭീഷണികൾ ഇസ്രായേൽ ഒരിക്കലും വെച്ച് പൊറിപ്പിക്കാറില്ല. അതവരുടെ ശീലവുമല്ല. കാരണം അടിക്കാൻ കൈവെക്കുന്നതിന് മുമ്പ് കൈയും കാലും തലയും മൂക്കും എല്ലാം വെട്ടി താഴെ ഇടുക എന്നുള്ളതാണ് ജൂതൻ്റെ നയം. ഇനി അഥവാ അബദ്ധത്തിലൊരടി വീണാൽ അടിച്ചവൻ്റെ ശരീരം ഈ പറഞ്ഞതുപോലെ ഛിന്നഭിന്നമാക്കുക മാത്രമല്ല, അവൻ്റെ 7 തലമുറ ഇനി ആരെയെങ്കിലും അടിക്കാൻ പോകുന്നതിന് മുമ്പ് 10 വട്ടം ആലോചിക്കുന്ന തരത്തിലുള്ള പ്രതിക്രിയകൾ ചെയ്യുന്നതാണ് ആ ജൂതരാഷ്ട്രത്തിൻ്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ള ആത്യന്തികമായ തീരുമാനം ഇസ്രായേലിൻ്റെ കയ്യിലായിരിക്കും. ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നു, ഞാൻ 15ാമത്തെ യുദ്ധം അവസാനിപ്പിച്ചിരുന്നു, ഞാൻ യുദ്ധം അവസാനിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നെതന്യാഹു ഇറങ്ങി ഓടിയനെ, ചിലപ്പോൾ നരേന്ദ്രമോദി ഇറങ്ങി കൂടെ ഓടിയനെ എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ അതിന് വലിയ കാര്യമൊന്നുമില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഇത്രത്തോളം ഒരു നിർഗുണനായി പോയൊരു മറ്റൊരു സന്ദർഭം, ഈവൻ എന്താ പറയുക, ഒരുപക്ഷെ അത്രയൊന്നും മാനസിക നില ശരിയല്ലാതിരുന്ന, അതായത് ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയിൽ താൻ എവിടെയാണ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്ത രീതിയിൽ വൈറ്റ് ഹൗസിൽ അമേരിക്കയെ ഭരിച്ചിരുന്ന ജോ ബൈഡൻ ഉണ്ടായിരുന്ന സമയത്ത് പോലും അമേരിക്കൻ പ്രസിഡന്റ് ഇത്രയും ഒരു അപ്രസക്തമായ ഒരു കാലഘട്ടം വേറെ ഉണ്ടായിരുന്നില്ല. പ്രസക്തമാണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ട്രംപ് പല എന്താ പറയുക വേഷം കെട്ടുകളും തലകുത്തിമറിയലും വാഗ്ധോരണികൾ കൊണ്ടുള്ള വാൾപ്പയറ്റുകളും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി ലോകരാഷ്ട്രങ്ങളിൽ
കാര്യമറിയാവുന്നവർക്ക്, അതിപ്പോൾ നെതന്യാഹു ആകട്ടെ, വ്ളാഡിമിർ പുടിൻ ആകട്ടെ, നരേന്ദ്രമോദി ആകട്ടെ, ഇവർക്കൊക്കെ അറിയാം ട്രംപിൻ്റെ കാര്യത്തിൽ വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ വാർത്ത നിങ്ങളെ ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. അത് സംബന്ധിച്ച് പെട്ടെന്ന് വന്നതുകൊണ്ടാണ് ഇത്രയും തിടുക്കത്തിൽ പറഞ്ഞ് പോകുന്നത്. ഈ വാർത്ത സംബന്ധിച്ച് പറയേണ്ട കാര്യം, ഇത് എപ്പോൾ അവസാനിക്കണമെന്ന് ഇസ്രായേൽ തീരുമാനിക്കും. ഒപ്പം അവിടുത്തെ ഇറാനിലെ റവല്യൂഷണറി ഗാർഡും. അല്ലാതെ ഈ മസൂദ് പെസഷ്കിയാൻ, അദ്ദേഹത്തിൻ്റെ പേരങ്ങോട്ട് നാക്കിന് വഴങ്ങുന്നില്ല, മസൂദ് പെസഷ്കിയാൻ, അദ്ദേഹം ഇത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അദ്ദേഹം ഏതാണ്ട് ട്രംപിനെ പോലെയുള്ള ഒരവസ്ഥയിൽ തന്നെയാണ്. നെതന്യാഹു തീരുമാനിക്കും ഇവിടെ, അവിടെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് തീരുമാനിക്കും. അപ്പോൾ അവർ എന്ത് തീരുമാനത്തിലെത്തുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും യുദ്ധം തൽക്കാലത്തേക്കൊരു ശാന്തിയിലേക്ക് പോകുന്ന ഒരു വഴി തെളിഞ്ഞ് കാണുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. എന്താകുമെന്ന് 1-2 ദിവസങ്ങൾക്കുള്ളിൽ അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ അറിയുന്ന വിവരങ്ങൾ അറിയുന്നതിനനുസരിച്ച് നിങ്ങളുടെ മുമ്പിൽ തത്വമയി ന്യൂസ് എത്തിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണാം. നമസ്കാരം.